അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയത് സക്കസോർ എന്നൊരു പ്ലേസായിരുന്നു കേട്ടോ. സക്കസോർ എന്നൊരു പ്ലേസായിരുന്നു. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ മൊത്തം റൈഡ്സാണ്. മീൻസ് സ്കീറ്റിങ്, റോപ്പ് വേ അങ്ങനെയുള്ള റൈഡും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടെ എന്ന് പറഞ്ഞാൽ പീക്കായിരുന്നു തണുപ്പ് കേട്ടോ. ഞങ്ങൾ ഓരോ ദിവസം ചെല്ലും തോറും തണുപ്പ് കൂടി വരുന്ന പ്ലേസിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ -2 ആയിരുന്നു, പിന്നെ -4 ആയിരുന്നു പിറ്റേന്ന്. അങ്ങനെ ഇപ്പോൾ -7 ആണ് ഇവിടുത്തെ ഒരു തണുപ്പ് കേട്ടോ. അപ്പോൾ അത് എന്താ പറയുക, സെറ്റാവാൻ കുറച്ച് ടൈം എടുത്തു, എന്നാലും കുഴപ്പമില്ല. നല്ലൊരു ഉച്ച സമയത്താണ് ഞങ്ങളവിടെ എത്തിയത്. അതുകൊണ്ട് വെയിലുണ്ടായിരുന്ന കാരണം കുറച്ചൊരു സമാധാനം കിട്ടിയിരുന്നു. കണ്ടില്ലേ, ഒരു വെയിലുള്ള കാരണം കുറച്ചൊരു ഒരു ആശ്വാസം, അത്രമാത്രം. കാരണം വെയിലൊന്നുമല്ല, ഏൽക്കുന്നൊന്നുമില്ല, എന്നാൽ പോലും അങ്ങനെ കുറച്ചൊരു ആശ്വാസം കിട്ടി. അപ്പം ഇഷാന് സ്കേറ്റിങ് ചെയ്യാൻ നന്നായിട്ട് വാശി പിടിച്ചായിരുന്നു. അപ്പോൾ സ്കേറ്റിങ് അവനെ കൊണ്ട് ചെയ്യിച്ചാൽ ആകെ പ്രശ്നമാവുമല്ലോ, അവനക്ക് അത് പ്രാക്ടീസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവനെ കൊണ്ട് ഞാൻ ഈ ഒരു റിങ് കൊണ്ട് അവനൊരു റൈഡ് പോലെ ചെയ്യിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് റോപ്പ് വേ ചെയ്തു. അപ്പോൾ സേറ നല്ല കരച്ചിലായിരുന്നു കേട്ടോ. കാരണം ആരും പേടിച്ച് പോകും. കാരണം അവിടെ നിന്ന് താഴത്തോട്ട് നോക്കുമ്പോൾ പെട്ടെന്നൊരു പേടിയാണ് കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അവിടുത്തെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ലൊരു എന്താ പറയുക, ഇത് ആസ്വദിച്ച് തന്നെ അറിയണം കേട്ടോ. എന്ത് ഭംഗിയാണെന്ന് അറിയാം അവിടെ നോക്കുമ്പോൾ. എത്രമാത്രം എന്താ പറയുക, കണ്ടില്ലേ ആ ഒരു ഭംഗി കാണും. ഞങ്ങൾ ആദ്യം വിചാരിച്ചതുപോലെ ഈ റൈഡ് ചെയ്യേണ്ടതെന്നാണ്. പക്ഷേ പിന്നെ ഇവിടെയും കൂടി എത്തിയിട്ട് അതും കൂടി ചെയ്യാതെ എന്താ എന്നുള്ളതിൽ അങ്ങനെ ടിക്കറ്റ് എടുത്ത് കയറിയതാ കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കാണാൻ പറ്റിയത്. നമ്മൾ മുകളിൽ നിന്ന് താഴത്തോട്ട് നോക്കുമ്പോഴുള്ള ഒരു വ്യൂ, അത് എന്താ പറയുക, കാണുന്ന വേണം. അപ്പോൾ അത്രയും രസമുണ്ടായിരുന്നു, അത്രയും നല്ലൊരു വ്യൂ ആയിരുന്നു അത്. അപ്പം അങ്ങനെ ഒരു 20 മിനിറ്റ്സോളം ഉണ്ടായിരുന്നു ആ യാത്ര കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അത്രയേ ഉള്ളൂ അവിടുത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ. മുകളിൽ കുറച്ച് നേരം ഒന്ന് ഒരു നിർത്തിയിട്ടാണ് പിന്നെ നമ്മൾ വീണ്ടും താഴത്തോട്ട് ഇറക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അവിടുത്തെ ആ ഒരു അവസ്ഥയും കാര്യങ്ങളും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വേറെ പ്ലേസിലേക്കൊന്നും പോയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വൈകിട്ട് ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഇവിടുത്തെ ആ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയണത് എന്താ പറയുക, മെയിനായിട്ട് ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ജ്യൂസ്, ഇതൊക്കെ നല്ല ടേസ്റ്റാണ്. അതേപോലെ നമ്മൾ നടക്കാനൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് എന്താ കോഫി, മിൽക്ക്, അതൊക്കെ നമുക്ക് കോയിൻ എടുത്തിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുന്നുണ്ടോ. അതേപോലെ നമുക്ക് വെള്ളം കുടിക്കണമെങ്കിലും ഇങ്ങനെ എപ്പോഴും അത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ഞാനിടയ്ക്ക് വെള്ളമാണ് കുടിച്ചിരുന്നത്, എനിക്ക് കോഫി ഒന്നും ഇഷ്ടമില്ലാത്ത കാരണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടും അവിടെയും ചെറുതായിട്ടൊരു ജ്യൂസൊക്കെ കുടിച്ചു കേട്ടോ. പക്ഷേ അവിടുത്തെ ജ്യൂസ് ഞങ്ങൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ചെറിയ പൈസ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കോയിൻ ഇട്ടിട്ട് തന്നെ ആ ഒരു ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചോട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ ആപ്പിളാട്ടോ. അപ്പോൾ എല്ലാവരും അതൊക്കെ ട്രൈ ചെയ്തു. അങ്ങനെ ഒക്കെ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എന്താ പറയുക. അപ്പോൾ എല്ലാവരും ബൈ ബൈ അർമേനിയ, ബൈ ബൈ.